കേരള ഓണം ബമ്പർ വലിയ വിളവെടുപ്പ് 2025 BR 105 ആർക്കടിക്കും ജാക്ക്പോട്ട്. ജാക്ക്പോട്ട് എന്തെന്നാൽ വിളവെടുപ്പിൽ വലിയ വിളവ്. അതാർക്കാണെന്ന് നോക്കാം. 10 സീരീസ് ആയി 90 ലക്ഷം ടിക്കറ്റ് പ്രിന്റ് ചെയ്തിറക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വില 500 രൂപ. ഒന്നാം സമ്മാനം 25 കോടി. ഒരു ടിക്കറ്റിന് മാത്രം. രണ്ടാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക്. മൂന്നാം സമ്മാനം 50 ലക്ഷം 20 പേർക്ക്. നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്ക്. അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 10 പേർ. കൺസോളേഷൻ സമ്മാനം 5 ലക്ഷം രൂപ. ഒന്നാം സമ്മാന നമ്പറിന് സമാനമായ 9 ടിക്കറ്റുകൾക്ക്. ആറാം സമ്മാനം 5000 രൂപ. തിരഞ്ഞെടുക്കപ്പെട്ട അവസാന നാലക്കത്തിന് ഏകദേശം 54,000 ടിക്കറ്റുകൾക്ക്. ഏഴാം സമ്മാനം 2000 രൂപ. അവസാന നാലക്കത്തിന് ഏകദേശം 81,000 ടിക്കറ്റുകൾ. എട്ടാം സമ്മാനം 1000 രൂപ. അവസാന നാലക്കത്തിന് ഏകദേശം 1,24,200 ടിക്കറ്റുകൾക്ക്. ഒൻപതാം സമ്മാനം 500 രൂപ. അവസാന നാലക്കത്തിന് ഏകദേശം 2,75,400 ടിക്കറ്റുകൾക്ക്. മൊത്തം വിൽപ്പന 90 ലക്ഷം ഗുണം 500, അതായത് 450 കോടി രൂപ. ഇതിൽ നിന്ന് സമ്മാനത്തുക, ഏജൻസി കമ്മീഷൻ, പ്രിന്റ് ചാർജ്, മറ്റു ചിലവുകൾ വെട്ടിച്ചുരുക്കിയ ശേഷമാണ് സർക്കാരിന് ശുദ്ധ ലാഭം ലഭിക്കുന്നത്. അത് എങ്ങനെയെന്ന് നോക്കാം. ടിക്കറ്റ് വില 500 രൂപ, അതായത് 391 രൂപ പ്ലസ് 28% GST 109 രൂപ. ഗസറ്റ് പ്രകാരം അച്ചടിച്ച 90 ലക്ഷം ടിക്കറ്റുകളുടെ മൊത്തം മൂല്യം അടിസ്ഥാന വില GST ഒഴിച്ച് 351 കോടി. GST 99 കോടി. സമ്മാനത്തുക മുകളിൽ തന്നിട്ടുള്ള കണക്കുകൾ പ്രകാരം സമ്മാനത്തുക 125.5 കോടി. ഗസറ്റ് ടേബിളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളുടെ കണക്കല്ല. കേരള ലോട്ടറി ആൻഡ് റെഗുലേഷൻ ആക്ട് 2005 പ്രകാരം സമ്മാനങ്ങൾക്കായി നൽകേണ്ട തുക 55%-ത്തിൽ കൂടരുത്. 55% എന്ന് പറയുമ്പോൾ 247 കോടി. അതിൽ കുറവ് ചെലവഴിക്കാൻ അനുവാദമുണ്ട്. ഇനി 15% വരെ ഓർഗനൈസിംഗ് ചെലവുകൾക്കായി വിനിയോഗിക്കാം. അതായത് പ്രിന്റിംഗ് ചാർജ് 1 രൂപ 25 പൈസ കൂടാതെ ടിക്കറ്റിന് ഏജന്റ് കമ്മീഷൻ, മറ്റു ചിലവുകൾ എല്ലാം കൂടി 75 രൂപ. മൊത്തം എക്സ്പെൻസ് 67 കോടി രൂപ. സമ്മാനത്തുകയുടെ 125 കോടിയിൽ നിന്നും TDS 30% പ്ലസ് സെസ് ടോട്ടൽ 35% 44 കോടി കിഴിയുമ്പോൾ 81 കോടി രൂപ ആണ് സമ്മാനത്തുകയായി ജനങ്ങളിൽ എത്തുന്നത്. TDS 44 കോടി മൊത്തം നേരിട്ട് കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി വകുപ്പിലേക്ക് പോകും. അപ്പോൾ കേരളത്തിന് നേരിട്ട് ലഭിക്കുന്നത് നോക്കാം. ടിക്കറ്റുകളുടെ വിറ്റുവരവ് 351 കോടി പ്ലസ് 14% SGST 49 കോടി. മൊത്തം 400 കോടി. അതിൽ സമ്മാനത്തുക 125 കോടി കുറച്ചാൽ 275 കോടി. പ്രിന്റ്, മറ്റു ചിലവുകൾ മൊത്തം എക്സ്പെൻസ് 67 കോടി. നെറ്റ് വരുമാനം സമ്മാനത്തുക കൂടാതെ കമ്മീഷൻ കുറച്ച ശേഷം ആകെ 208 കോടി. ഇനി കേന്ദ്രത്തിന് GST 49 കോടി പ്ലസ് TDS 44 കോടി. മൊത്തം 93 കോടി. അതായത് കേരളം 208 കോടി, കേന്ദ്രം 93 കോടി. ഒന്നും അറിയാതെ 93 കോടി എന്നത് വാസ്തവത്തിൽ പൊളിച്ചടക്കുന്ന കാഴ്ചയാണ്. ലോട്ടറി വിരുദ്ധ പ്രക്ഷോഭകർ, ലോട്ടറി സദാചാരം. പക്ഷേ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനും നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. അത് അവർ തുറന്നു പറയാറില്ല. അതായത് കേരളം കള്ളു വിറ്റാലും എന്തു വിറ്റാലും നോക്കുകൂലി കേന്ദ്രത്തിന് കിട്ടും. ഓണം ബമ്പറിൽ വിജയി കേന്ദ്ര സർക്കാർ തന്നെ.